വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേജ് ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് കൊമേഴ്സ് എക്സാമിന് വരുന്ന ചില ക്വസ്റ്റ്യൻസുകളും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കൊമേഴ്സ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ് ബൈനോമിയൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ബൈനോമിയൽ പ്രോബബിലിറ്റിയിൽ കൂടുതലാണ് കാണാറുള്ളത് കോയിൻ ടോസിങ് പ്രോബ്ലംസുകളാണ്. കോയിൻ ടോസിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബൈനോമിയൽ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഇക്വേഷൻസ് വെച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ വിത്തിൻ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ കോയിൻ ടോസിങ് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. ദെൻ നമ്മളൊരു പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബൈനോമിയൽ പ്രോബബിലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് NCR P raised to R into Q raised to N minus R എന്നാണ്. ഈ ഒരു ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ കോയിൻ ടോസിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്പർ ഓഫ് കോയിൻസ് ടു ബി ടോസ്ഡ് ആൻഡ് ദെയർ ഔട്ട്കംസ്. ദെൻ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ്. ദെൻ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 8. ദെൻ 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 16 ആണ് അല്ലേ. അപ്പോൾ ഈ ഓരോരോ കേസുകളിലും നമ്മൾ എടുക്കേണ്ടത് 11 raised to 1, then 11 raised to 2, then 11 raised to 3, then 11 raised to 4. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഔട്ട്കംസുകളും ദെൻ 11ന്റെ ഈ ഒരു സ്ക്വയർ ചെയ്തിട്ടുള്ളതും റേസ് ടു വാല്യൂകളുമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 heads and 1 tail when 4 coins are to be tossed? അതായത് 4 കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഹെഡും 1 tailഉം കിട്ടാനുള്ള സാധ്യത എത്രയാണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് 4 ഓപ്ഷൻസുകളും തന്നിട്ടുണ്ട്. സിംപ്ലി നമുക്ക് അറിയാം ഒരു പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫേവറബിൾ ഇവന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അതായത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, എത്ര കോയിൻ ആണോ ടോസ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്കം അല്ലേ. ദെൻ ഫേവറബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ കിട്ടുന്ന ആ ഒരു ഫേവറബിൾ ഇവന്റിന്റെ എണ്ണം എത്രയാണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 head, അതായത് 4 ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്, അതിനെയാണ് നമ്മൾ ഫേവറബിൾ ഇവന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 4 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. ടോട്ടൽ ഔട്ട്കം നമുക്കറിയാം 16. എങ്ങനെയാണ്, 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. ടോട്ടൽ ഔട്ട്കം എത്രയാണ്, 16. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എത്ര ഹെഡ്സ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര ടൈലാണ് കിട്ടേണ്ടത് അല്ലെ. 4 ഹെഡ് കിട്ടേണ്ട പ്രോബബിലിറ്റി എത്രയാണ്, 1 ടൈൽ കിട്ടേണ്ട പ്രോബബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 4 കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 11 raised to 4 ആണ്. 11 raised to 4 എത്രയാണ്, 14,641. അപ്പോൾ ഈ ഒരു 14,641 എന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അതായത് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ എഴുതാന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് എഴുതുക, 14641 എഴുതാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹെഡും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ടൈലും എഴുതി വെക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹെഡും റൈറ്റ് ഹാൻഡ് സൈഡിൽ ടൈലും എഴുതാം. ഹെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തൊട്ട് 0, 1, 2, 3, 4, അതായത് 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0, 1, 2, 3, 4 വരെ എഴുതാം. ദെൻ ടൈൽ എന്ത് എഴുതാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതാം. അതായത് ടൈല് 0, 1, 2, 3, 4. ഈ ഒരു 4 വരെ എഴുതാനുള്ള കാരണം നമ്മൾ 4 കോയിൻ ടോസ് ചെയ്യുന്നതുകൊണ്ടാണ്.
അല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ് നമുക്ക് ഹെഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ഹെഡ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ഹെഡ്സ്. 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്കം 16 ആണെന്ന് നമുക്കറിയാം അല്ലേ? ടോട്ടൽ ഔട്ട്കം 16 ആണ്. അതായത് 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഔട്ട്കം എത്രയാണ്? 16. ഹെഡ് കിട്ടാനുള്ള ചാൻസ്, അതായത് 4 ഹെഡുകൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 4 ഹെഡ് കിട്ടാനുള്ളത് നോക്കാം. 4 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 അല്ലേ? 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ് ഈ ഒരു 4 എടുത്തതിന് ശേഷം 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ഈ ഒരു 4 എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് നോക്കാം. മുകളിലോട്ട് നോക്കുമ്പോഴുള്ള നമ്പർ എത്രയാണ്? 1. ഓക്കെ, ഈ 1 ആണ് ഫേവറബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1/16 ആണ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടൈലിൻ്റെയാണ്. ടൈലിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ടൈലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 0, 1, 2, 3, 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ദെൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ടൈൽ. ഒരു ടൈല് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഒരു ടൈൽ എവിടെയാണ്? ഇതാണ് 1 ടൈൽ എന്ന് പറയുന്നത് അല്ലേ? ടൈലിന് നമുക്ക് 0 കിട്ടാനുള്ള ചാൻസ്, 1 കിട്ടാനുള്ള ചാൻസ്, 2 കിട്ടാനുള്ള ചാൻസ്, അങ്ങനെ. അപ്പോൾ 1ന്റെ മുകളിലോട്ട് നോക്കുക. 1ന്റെ മുകളിൽ എന്താണുള്ളത്? 4 അല്ലേ? അപ്പോൾ 4 ആണ് ഫേവറബിൾ ഇവന്റ് എന്ന് പറയുന്നത്. 4. ദെൻ ടോട്ടൽ ഔട്ട്കം നമുക്കറിയാം എത്രയാണ്? 16 അല്ലേ? അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/16ഉം ടൈല് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4/16ഉമാണ് അല്ലേ? അപ്പൊ ഇത് അറിയാലോ, വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ 1/4 ആയിരിക്കും. ഈ ഒരു 1/16ഉം 1/4ഉം ആൻസറിൽ ഉണ്ടോ നോക്കുക. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബൈനോമിയൽ പ്രോബബിലിറ്റിയിൽ കോയിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. What is the probability of getting 2 heads and 2 tails when the 3 coins are to be tossed? അതായത് 3 കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഹെഡും 2 ടൈലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമുക്കറിയാം സിമ്പിൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേവറബിൾ ഇവന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് 8 ആയിരിക്കും അല്ലേ? 8 ആയിരിക്കും ഔട്ട്കം എന്ന് പറയുന്നത്. ദെൻ 3 കോയിൻ ടോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ 11⁻³ ആണ് നമ്മൾ എടുക്കേണ്ടത്. 11⁻³ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1331. അത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് എഴുതുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹെഡും ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടൈലും എഴുതുക. ദെൻ ഹെഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 0, 1, 2, 3. ദെൻ ടൈല് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 0, 1, 2, 3. 3 വരെ എഴുതാനുള്ള കാരണം നമ്മൾ 3 കോയിൻ ടോസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമ്മൾ ആദ്യം കണക്കാക്കുന്നത് what is the probability of getting 2 heads? 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഹെഡ് നോക്കുക ദെൻ 2 അല്ലേ? 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ്. ദെൻ നേരെ മുകളിലോട്ട് നോക്കുക. ദിസ് ഈസ് ദി ഫേവറബിൾ ഇവന്റ്. ദാറ്റ് ഈസ് എത്രയാണ്? 3 ഈസ് ദി ഫേവറബിൾ ഇവന്റ്സ്. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/8. ദെൻ 2 ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി. 2 ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടൈല് അല്ലേ? ടൈല് നമ്മൾ എന്ത് ചെയ്യുക? 0, 1, 2, 3 എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 ടൈൽ എന്ന് പറയാം ദിസ് ഈസ് ദി അല്ലേ? ദിസ് വൺ. ദെൻ ഇതിന് നേരെ മുകളിലോട്ട് നോക്കുക. ആ വാല്യൂ ആണ് ഫേവറബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 3 ഈസ് ദി ഫേവറബിൾ ഇവന്റ്. അതായത് 2 ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3 ആണ്. 3 ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു 8 ആണ് ടോട്ടൽ ഔട്ട്കം. അപ്പോൾ ഈ ഒരു 3/8 ആണ്. 3/8 ആൻസറിൽ ഉണ്ടോ നോക്കുക. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഇല്ലാതെ കോയിൻ ടോസിങ് പ്രോബ്ലംസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു ചാനൽ നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.